അതിന്റെ അർത്ഥം എന്താണ്? വളരെ ബോധപൂർവമായിട്ട് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മൃദു ഹിന്ദുത്വത്തെ താലോലിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം, അത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും ഇടതുപക്ഷ മുന്നണിക്കുമെതിരെ പ്രവർത്തിച്ചു. അതാണ് CPIയുടെ വിലയിരുത്തൽ. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യം പിണറായി വിജയൻ തന്നെ നിരാകരിച്ചതാ, തള്ളിക്കളഞ്ഞതാ. പമ്പയിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം സ്റ്റേറ്റ് കാറിൽ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന് ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. വഴി കണ്ടു, അദ്ദേഹം നടന്നു പോകുമായിരുന്നു, അന്നേരം വിളിച്ചു കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും തനിക്കെന്താ തന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതിൽ എന്താ തെറ്റ് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പൊ അതിനെ ന്യായീകരിച്ചതാണ്. പക്ഷെ CPI ആ ഒരു പ്രവൃത്തി വെള്ളാപ്പള്ളി നടേശനെ സ്പോൺസർ ചെയ്തത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയാണെന്ന തോന്നലുണ്ടായത്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പില് LDFനെതിരായിട്ട് പ്രവർത്തിച്ച ഘടകങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് തോൽവിയുടെ പ്രധാന കാരണങ്ങളെന്ന് CPMനും അറിയാം, CPIക്കും അറിയാം. CPI ഇത് തുറന്നു പറയുന്നു. പക്ഷെ CPM അതിന് തയ്യാറാവുന്നില്ല. കാരണം അതൊക്കെ സമ്മതിച്ചാൽ അപ്പോ പ്രതികൂട്ടിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും, പിണറായി വിജയനായിരിക്കും. അത് നടക്കില്ല. ഇന്നത്തെ CPMൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ സകല നിയന്ത്രണങ്ങളും ചരടുകളും കയ്യിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയനെതിരെ ഒരു പരാമർശം ഉണ്ടാവാൻ അതൊരു കാരണവശാലും പാർട്ടി സമ്മതിക്കില്ല, പാർട്ടിയിൽ നടക്കില്ല. അതാണ് ഇന്നത്തെ CPMന്റെ സ്വഭാവം.